ഹായ് സർ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. അതായത് ഈ എക്സോൾ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തതാണല്ലോ. അപ്പോൾ ഒരു കസ്റ്റമർ യുടെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ, ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എത്രമാത്രം നിങ്ങൾക്ക് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ആദ്യം നിങ്ങളൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ബിജേഷ്. എവിടെയാ സ്ഥലം? എവിടെ? പട്ടാമ്പിയാണ്. പട്ടാമ്പി. ഇപ്പോൾ എത്രയായി ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട്? ഇതിപ്പോ ഞങ്ങള് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് ഏകദേശം ഒരു വർഷമായി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ ഒരു ഫീഡ്ബാക്ക് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഒന്ന് പറയാമോ? എന്ന് വെച്ചാൽ ഓയിൽ ക്വാളിറ്റി ഉള്ള ഓയിലാണ്. ക്വാളിറ്റി ഉള്ള ഓയിലാണ്. ഓക്കെ. ഇത് റീസൈക്കിൾ ചെയ്യാത്ത ഓയിലാണ്. ഫ്രഷ് ഓയിൽ റീസൈക്കിൾ ചെയ്ത ഓയിലും അതുപോലെ തന്നെ റീസൈക്കിൾ ചെയ്യാത്ത ഓയിലും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് ഒരു കസ്റ്റമർക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? അത് സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മെല്ല് മറ്റേ റീസൈക്കിൾ ചെയ്ത ഓയിലാണെങ്കിൽ ഒരു കരിഞ്ഞ ഒരു കയ്യിലെടുത്തൊന്നും ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കരിഞ്ഞ മണം ഉണ്ടാവും. അതാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം. ഓക്കെ. അപ്പോൾ ഈ ഒരു റീസൈക്കിൾ ചെയ്ത ഓയിലും റീസൈക്കിൾ ചെയ്യാത്ത ഓയിലും വണ്ടിയിൽ ഒഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അതായത് ആ വണ്ടി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് എഞ്ചിൻ പണി വരും. ഈ റീസൈക്കിൾ ചെയ്ത ഓയിൽ ഒഴിക്കണമെന്നെങ്കിലും പിന്നെ അതുപോലെ തന്നെ അത് പെട്ടെന്ന് ചൂടാവില്ല, പെട്ടെന്ന് ചൂടാവും റീസൈക്കിൾ ചെയ്ത ഓയിൽ. അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഈ റീസൈക്കിൾ ചെയ്ത കൂടുതലും റീസൈക്കിൾ ചെയ്ത ഓയിലാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ ചെന്നിട്ട് അവരോട് ചോദിക്കുകയാണ് റീസൈക്കിൾ ചെയ്ത ഓയിലാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിന് മറുപടി തരുമോ? ഇല്ല, ഒരു നല്ലൊരു ശതമാനം അത് തരാറില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കസ്റ്റമറെ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം പറഞ്ഞത് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ നിങ്ങൾ എത്രമാത്രം ഈ ഒരു ആക്സോൾ എന്നുള്ള പ്രൊഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണ്? അത് നമ്മൾ 100% ക്വാളിറ്റിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റോ? നമുക്കറിയാം നിങ്ങളൊരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത് എന്തെങ്കിലും സംതിങ് നിങ്ങൾക്ക് ലാഭം നേടണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. നിങ്ങൾ ഏതൊക്കെ ഏരിയയാണ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തത്? ഞങ്ങള് പട്ടാമ്പി, പിന്നെ ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി ഈ ഭാഗങ്ങളിലൊക്കെ ചെയ്യുന്നത്. ഓക്കെ. ഇതിൽ നിന്ന് ഏകദേശം ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഒന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എങ്കിൽ കൂടി ഒരു ആവറേജ് ഈ എത്രമാത്രം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇതിൽ നിന്ന്? ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ആണ്. ഓക്കെ. ഒരു 30% അറൗണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ആളെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള അപാകതകൾ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്വാളിറ്റി നോക്കുന്ന വർക്ക്ഷോപ്പുകൾ ഉണ്ടാവും. ഓക്കെ. അങ്ങനെയുള്ളവരിലേക്ക് മാക്സിമം കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കൊടുക്കുമ്പോൾ ആ വർക്ക്ഷോപ്പിന്റെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ചിലവർക്ക് പൈസ തരാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ക്രെഡിറ്റ് ആണ് ഇത് കൊടുക്കുന്നത്. ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ആ പൈസ തിരിച്ചവര് റിട്ടേൺ അതായത് ഒരു ഏറ്റവും നല്ലത് ബിൽ ടു ബില്ല് ചെയ്യുന്നതാണ്. ഒരു ബില്ല് ക്ലോസ് ചെയ്തിട്ട് അടുത്ത ബില്ലിലേക്ക് കൊടുക്കുന്നത്. അതാണ് ഏറ്റവും നമുക്ക് സേഫ്. എപ്പോഴും അതാണ്. പിന്നെ നല്ല മൂവ്മെന്റ് ഉള്ള വർക്ക്ഷോപ്പ് ആണെങ്കിൽ അവർക്ക് അത് ചെയ്തു തരാൻ മടിയൊന്നും ഉണ്ടാവില്ല. ക്രെഡിറ്റ് ഒരു കാരണവശാലും കൂടി പോവരുത്. നമുക്ക് ആ പല അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഒരു ആവറേജ് ഇപ്പോൾ എത്ര ഷോപ്പുകളുണ്ട്? നമുക്കൊരു 19-50 മുകളിലുണ്ട്. ഓക്കെ. അപ്പോൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യും? എല്ലായിടത്തും വരാറുണ്ട്. ഓക്കെ. പിന്നെ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? കമ്പനിയുടെ ഭാഗത്ത് നിന്ന് മാർക്കറ്റിംഗ് അവർ ചെയ്തു തരും. ഓക്കെ. അപ്പോൾ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ടെൻഷൻ ആവുന്ന ഒരു സംഗതിയാണ് അതിന്റെ മാർക്കറ്റിംഗ്. കാരണം ഇത്തരം ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ തന്നെ അത് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് കമ്പനി മുഴുവനായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. അത് നല്ല കാര്യമാണ്. പിന്നെ വേറെ ഓവറോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. കാരണം അത് ക്വാളിറ്റി നോക്കുന്ന ഒരു വർക്ക്ഷോപ്പ് ആണെങ്കിൽ അവരിത് പിന്നെ വീണ്ടും എടുത്തോളും. അങ്ങനെ നമ്മൾ കൂടുതൽ അവരെ ചെയ്യേണ്ട ആവശ്യമില്ല, ക്വാളിറ്റി നോക്കുന്നവരാണെങ്കിൽ. ഓക്കെ.
അപ്പോൾ ക്വാളിറ്റി ബേസിൽ 100% ഓക്കെ ആണ്. അപ്പോൾ അത്യാവശ്യം മാർജിനും കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ലൂബ്രിക്കൻസ് ഉണ്ട്. അപ്പോൾ അവയുമായി കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ എഞ്ചിൻ ഓയിൽ അവിടെ നിൽക്കട്ടെ, വെളിച്ചെണ്ണയുടെ കാര്യം 110 രൂപക്കും വെളിച്ചെണ്ണ കിട്ടും, 200 രൂപക്കും വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഇതിനെക്കുറിച്ച് എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓയിലാണ് എന്ന് ചിന്തിക്കുന്ന ആളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 150 രൂപക്ക് കിട്ടുന്ന ഓയിലുണ്ട്, അതേ സമയത്ത് ക്വാളിറ്റിയുള്ള 200 രൂപക്ക് കിട്ടുന്ന ഓയിലുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അവയർനെസ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ എന്താണോ ഒഴിക്കുന്നത് അതിനെപ്പറ്റി നമുക്കൊരു നമ്മൾ അവയർ ആവണം. ഓക്കെ. ഇത് നമ്മുടെ പാർട്ട്ണറാണ്. അപ്പോൾ ആള് സജീഷ്. അപ്പോൾ ആള് എങ്ങനെയാന്ന് വെച്ചാൽ ആള് ഒരു 20 ദിവസം കൂടുമ്പോൾ ഓയിൽ മാറ്റുന്നതാണ്. 2000 കിലോമീറ്റർ ഒക്കെ 20 ദിവസം കവർ ചെയ്യുന്നതാണ്. ആള് വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്, മാർക്കറ്റിങ്ങിന്റെ. അപ്പൊ ആളെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഓയിൽ ഒഴിച്ചതിന് ശേഷം വലിയ കുഴപ്പമില്ല. അതിനു മുമ്പ് എന്തൊക്കെയാണ് സാർ നിങ്ങൾക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ഓയിൽ ഒഴിച്ച ശേഷം? നമുക്ക് ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ മുന്നത്തെ ഒരു എക്സ്പീരിയൻസും രണ്ടാമത്തെ എക്സ്പീരിയൻസും ഇത് ഒഴിച്ചതിന് ശേഷമുള്ള എക്സ്പീരിയൻസും രണ്ടും ഡിഫറെന്റ് ആണ്. അതെ. ഓക്കെ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിന്റെ ഹീറ്റിംഗ് കുറച്ച് കുറവായിരിക്കും. വൈബ്രേഷൻ കുറവാണ്. പിന്നെ ആക്സിലേറ്റർ ചെയ്യുന്ന സമയത്തൊക്കെ വണ്ടി കുറച്ച് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. മെയിനായിട്ട് വൈബ്രേഷൻ ആണ് നല്ല ഡിഫറെന്റ് ആയിട്ട്. അതായത് ഈ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് കുറവായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? ഓക്കെ. എന്തായാലും വളരെ നന്നായി. കാരണം നമ്മുടെ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തരം റീസൈക്കിൾ ഓയിലുകളൊക്കെ വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അല്ലെ കൂടുതലായിട്ടും വരുന്നത്. അതായത് നമ്മുടെ ഈ വർക്ക്ഷോപ്പുകളിൽ നിന്നൊക്കെ തന്നെ ഇത് കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പല സ്ഥലത്തുനിന്നും കരിയോയിൽ കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് റീസൈക്കിൾ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. ഇത് തിരുവനന്തപുരത്താണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തുന്ന ഒറിജിനൽ സാധനം നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഒഴിക്കാം. ഓക്കെ. ക്വാളിറ്റിയുള്ള സാധനം ഞങ്ങളും ഒഴിച്ച് വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. ഓക്കെ. നമ്മളാണെങ്കിലും മാർക്കറ്റിൽ അങ്ങനെ തന്നെ പറയാറ്. എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറയാറ്. ഓക്കെ. അങ്ങനെ പറഞ്ഞിട്ട് തന്നെ കൊടുക്കാറ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ പിന്നെ ഇത് ആളുകളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തണം. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ നാടുകളിൽ ഇപ്പോൾ നിങ്ങളെടുത്തത് പട്ടാമ്പി, ചെർപ്പുളശ്ശേരി ആ ഭാഗങ്ങളിലാണ്, ഒറ്റപ്പാലം ഭാഗങ്ങളിലാണ്. നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. കാരണം സാമ്പത്തികമായി രക്ഷപ്പെടണം, അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് കൊണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഇത്തരത്തിൽ ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കേരളത്തിൽ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ പോലത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് അല്ലേ? നല്ല രീതിയിൽ ചെയ്യും. അതെ. അല്ല, പിന്നെ നമ്മളിപ്പോ ഷോപ്പുകളൊക്കെ നമ്മൾ കവർ ചെയ്യേണ്ടി വരും. അങ്ങനെ കവർ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഉള്ള ആളുകളാണ് എന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സുമായിട്ട് മുമ്പോട്ട് പോവാം അല്ലേ? ഓക്കെ. എന്തായാലും നിങ്ങളുടെ പട്ടാമ്പിയിൽ നിന്ന് ഇവിടെ എൻ്റെ ഓഫീസിലേക്ക് വന്ന് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞതിന് ഒരുപാട് താങ്ക്സ്. ഓക്കെ, ശരി.